വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തയിലേക്ക് ബാർ കോഴ കേസിൽ കെ ബാബുവിനെതിരെ വിജിലൻസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ബാർ കോഴ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബാബുവിന്റെ കൂട്ടാളി ബാബുറാം വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്ക് നൽകിയ കത്ത് വിജിലൻസിന് ലഭിച്ചു. ബാബുവിനെ നാളെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സാലി, വളരെ നിർണായകമായ എന്തൊക്കെ തെളിവുകളാണ് ഇപ്പോൾ വിജിലൻസിന് കൂടുതലായി ലഭിച്ചിരിക്കുന്നത്? മനു, കെ ബാബുവിൻ്റെ ബിനാമിയാണ് കുമ്പള സ്വദേശി ബാബുറാം എന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ അത് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ്. ഏതായാലും അതിൽ പ്രധാനപ്പെട്ട ചില രേഖകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. താനും ബാബുറാമുമായി ഒരു ബന്ധമില്ലെന്ന വാദമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ബാബു മുന്നോട്ട് വച്ചിരുന്നത്. അത് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ ചില രേഖകൾ കഴിഞ്ഞ ദിവസം, ഏതാണ്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ബാബുറാമിൻ്റെയൊക്കെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു വിജിലൻസ്. അന്ന് ശേഖരിച്ച രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ചില വിവരങ്ങൾ ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണവും കേസും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ ബാബുറാം അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്ക് അയച്ച ഒരു കത്ത്, ഒപ്പം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയ ഒരു കത്ത്. ഈ രണ്ട് കത്തുകളുടെ പകർപ്പാണ് പ്രധാനമായും വിജിലൻസ് ബാബുറാമിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബാബുവും ബാബുറാമും തമ്മിലും, അല്ലെങ്കിൽ ബാബുറാമും ഈ ശങ്കർ റെഡ്ഡിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു കത്ത് എഴുതിയത് എന്നുള്ളതാണ് വിജിലൻസ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ കത്തുകൾ വിജിലൻസ് ആസ്ഥാനത്ത് കൈപ്പറ്റിയതിന് സംബന്ധിച്ച അക്നോളജ്മെൻറ്റ് കാർഡും കൃത്യമായി ബാബുറാമിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കൂട്ടരെ എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവായി വിജിലൻസ് ഇതിനെ കാണുന്നുണ്ട്. മാത്രമല്ല, ബാബുവും ബാബുറാമും തമ്മിൽ നിരവധി തവണ ടെലിഫോൺ സംഭാഷണം നടത്തിയതിൻ്റെ ഫോൺ രേഖകളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി വരികയായിരുന്നു വിജിലൻസ് സംഘം. അതിൻ്റെ ഭാഗമായി നടത്തിയ റെയ്ഡിലും ഒക്കെ കിട്ടിയ രേഖകളുടെ പരിശോധന ഏതാണ്ട് പൂർത്തിയായി വരുന്നു. ഇനിയുള്ളത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അടുത്ത ഘട്ടം പ്രധാനമായും കെ ബാബുവിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ നാളെ രാവിലെ ബാബുവിനെ ചോദ്യം ചെയ്യും എന്ന സൂചന വിജിലൻസ് നൽകുന്നുണ്ട്. നാളെ രാവിലെ 10:00 ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് കത്തും ബാബുവിന് കൈമാറും. എന്തെങ്കിലും അസൗകര്യം ബാബു പറയുകയാണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കും. വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ബാബുവിനെ നാളെ തന്നെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കടമകളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ബാബുറാമുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു കെ ബാബു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ബാബുറാമിലേക്കും ബാബുവിലേക്കും കണക്ട് ചെയ്യുന്ന കൃത്യമായ രേഖകളുമായി ബാബുവിന്റെ വാദം പൊളിക്കുന്ന രീതിയിലേക്കുള്ള നീക്കമാണോ ഇപ്പോൾ വിജിലൻസ് നടത്തിയിരിക്കുന്നത്? മനു, തീർച്ചയായും. കാരണം ബാബുറാമിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ രേഖകൾ, ഡോക്യുമെൻറ്റ്സ്, ആധാരങ്ങൾ, അവയുടെ ലിസ്റ്റ് ഒക്കെയായി കണ്ടെത്തിയിരുന്നത്. കൃത്യമായി ബാബുറാം വീടിൻ്റെ രഹസ്യ അറയിൽ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു 40 ഭൂമി ഇടപാടുകളുടെ രേഖകളുണ്ടായിരുന്നു. അതിലൊരിടത്തും പക്ഷേ ബാബുവിൻ്റെ പേരില്ല. ബാബുറാം ഈ അടുത്ത കാലത്ത് ബാബുറാമിൻ്റെയും ബാബുറാമിൻ്റെ ഭാര്യയുടെയും പേരിലായി വാങ്ങിക്കൂട്ടിയിട്ടുള്ള 40 ഭൂമി ഇടപാടുകളുടെ രേഖകളാണ് വിജിലൻസ് അന്ന് ലഭിച്ചത്. ഒരു തരത്തിലും ബാബുറാമിൻ്റെ വരുമാനവുമായി ഒത്തുപോകുന്നതായിരുന്നില്ല. അതായത് എറണാകുളം നഗരത്തിൻ്റെ കണ്ണായ ഭാഗത്തെ 40 ഭൂമി ഇടപാടുകളാണ് കണ്ടെത്തിയത്. സ്വാഭാവികമായും ബാബുറാമിൻ്റെ വരുമാനവുമായി ഒത്തുപോകാത്തത് കൊണ്ട് തന്നെ ഇതിൽ ബിനാമി ഇടപാടുണ്ട് എന്ന് തന്നെ വിജിലൻസ് നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ബാബുറാമിനെയും കൂടെ ഉൾപ്പെടുത്തി വിജിലൻസ് FIR കൊടുത്തത്. ഇനി വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കടമ്പ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 കണ്ണികളാണ് ഇപ്പോൾ ബാബുറാമും തമ്മിൽ നിരവധി തവണ ടെലിഫോൺ സംഭാഷണം നടത്തിയതിൻ്റെ രേഖകൾ. ഒപ്പം ബാബുവിനെതിരെ ബാർക്കോഴ കേസ് അന്വേഷണം അവസാനിപ്പിക്കണം, കേസ് ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ട് ശങ്കർ റെഡ്ഡിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹം ബാബുറാം എഴുതിയ കത്ത്. ഈ 2 കത്തുകളും വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ബാബുറാമിനെയും ബാബുവിനെയും ഇനി ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തു കഴിയുമ്പോൾ എന്തിന് കത്തെഴുതി എന്ന വിശ്വാസയോഗ്യമായൊരു വിശദീകരണം വിജിലൻസിന് മുമ്പാകെ നൽകേണ്ടി വരും. താനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിന് വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് കത്തെഴുതി എന്ന് ബാബുറാമിന് വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും അത്തരമൊരു വിശദീകരണം നൽകുക സാധ്യമല്ല. മാത്രമല്ല, അതിന് ഒപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇവർ തമ്മിൽ നിരവധി തവണ സംഭാഷണം നടത്തിയതിൻ്റെയും ടെലിഫോൺ സംഭാഷണം നടത്തിയതിൻ്റെയും ഇവർ ഒരുമിച്ച് പലയിടത്ത് യാത്ര പോയതിൻ്റെയും ഒക്കെ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ
ബാബുവും കെ ബാബുവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവുകൾ ശേഖരിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിരിക്കുന്നു. അത് ഈ കേസന്വേഷണത്തിൽ ബാബുവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച കേസന്വേഷണത്തിൽ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ് ഇന്ന് തന്നെയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സാലി, കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനെ വിളിച്ചപ്പോൾ ബാബു പറഞ്ഞത് തനിക്ക് ഈ വിജിലൻസിൽ നിന്ന് നീതി ലഭിക്കും എന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില കൃത്യമായ പോയിന്റുകൾ വിജിലൻസ് ബാബുവിന് മുന്നിലേക്ക് വച്ചിരിക്കാമെന്ന്. ഇന്നിപ്പോൾ ഈ കത്തിന്റെ കൂടി കാര്യം, അതായത് യാതൊരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബാബുവിനെ ബാർ കേസിൽ നിന്ന് കോഴക്കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബാബുറാം ശങ്കർ റെഡ്ഡിക്ക് കത്തെഴുതിയത്? മറ്റൊന്ന്, ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമായിരുന്ന ബാബുറാം എറണാകുളം നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങളിലടക്കം 41ഓളം ഭൂമി ഇടപാടുകൾ എങ്ങനെ നടത്തി? ഈ തുറമുഖ വകുപ്പിലെ പദ്ധതികളുടെ പേരിൽ പോലും ഇവരുടെ സ്ഥലങ്ങളിലേക്ക് റോഡുകളടക്കം നിർമ്മിച്ച കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ നടന്നു? ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ ഇനി ബാബുവിന് മുന്നിലേക്ക് വിജിലൻസ് കൊണ്ടുവരിക? മനു, തീർച്ചയായും ബാബുവിനെ കഴിഞ്ഞ ദിവസം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നില്ല, മറിച്ച് ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു FIR ബാബുവിനെതിരെ ഇട്ടിട്ടുണ്ട്. അതിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് VM രാധാകൃഷ്ണൻ്റെ പരാതിയിൽ ഇട്ട ഒരു FIR-ന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്തത്. മനു സൂചിപ്പിച്ചതുപോലെ ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇറങ്ങി വന്ന ബാബു നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിജിലൻസിൽ തനിക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു കേസിൽ ആ ബാബുവിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക്, നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ബാബുറാമിൻ്റെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിച്ച വിജിലൻസ് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടുപോയി എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു ചെറിയ ബിസിനസ് ഇടപാടുമായി എറണാകുളം നഗരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നിറങ്ങിയ ബാബുറാം ഇന്ന് കോടാനുകോടികളുടെ അധിപനാണ്. അതിൻ്റെ അത്തരത്തിലൊരു വരുമാന സ്രോതസ് ഉണ്ടാകാൻ പറ്റിയ വരുമാനമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുമില്ല. ഇപ്പോൾ മാത്രമല്ല, ഒരു സാമ്പത്തിക ഫിനാൻസ് സ്ഥാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. വേളാങ്കണ്ണിയിൽ ഈ ബാബുറാമിൻ്റെ ഭാര്യയുടെ പേരിൽ വലിയൊരു ഹോട്ടലുണ്ട്. തുടങ്ങി നിരവധി നിർണായകമായ കാര്യങ്ങൾ, ഇയാളുടെ ഭൂമി സംബന്ധിച്ച രേഖകളുടെ, ഇയാളുടെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളുടെ രേഖകൾ, ഒട്ടനവധി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാബുറാം തന്നെ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു പട്ടിക വിജിലൻസ് ലഭിച്ചിട്ടുണ്ട്. അതൊരിക്കലും ബാബുറാമിന് തള്ളി പറയാൻ കഴിയില്ല. ഈ ഇത്തരം സ്വത്ത് ആർജിക്കുന്നതിനുള്ള വരുമാനം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം ബാബുറാമിന് നൽകാൻ കഴിയില്ല എന്ന് ഉറപ്പ് വിജിലൻസിനുണ്ട്. ഈ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു കടമ്പയായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ ബാബുറാമിനെ മുൻ മന്ത്രി ബാബുവുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരുന്നു. പക്ഷേ ബാബുറാമിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ച രേഖ അതിനുള്ള മറുപടി നൽകുന്നു. ബാബുറാമും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഫോൺ രേഖകൾ അതിനുള്ള ഉത്തരം നൽകുന്നു. ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു, ഇവർ നിരന്തരം ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു തുടങ്ങിയ രേഖകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നിർണായകമായൊരു തെളിവാണ് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം. ഈ തെളിവുകൾക്ക് കൃത്യമായ മറുപടി ബാബു നാളെയോ മറ്റന്നാളോ ആയി ചോദ്യം ചെയ്യലിൽ നൽകേണ്ടി വരും. അതിന് കാത്തിരിക്കുകയാണ് ഏതായാലും വിജിലൻസ്. ചോദ്യം ചെയ്യാൻ തന്നെയാണ് വിജിലൻസിൻ്റെയും തീരുമാനം. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വളരെ നിർണായകമായ പ്രധാനപ്പെട്ട വാർത്ത. കെ ബാബുവിനെതിരെ കൂടുതൽ തെളിവുകളുമായി വിജിലൻസ് എത്തിയിരിക്കുന്നു. ബിനാമി ഇടപാടുകൾക്കാണ് കൂടുതൽ തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. ബാബുവിൻ്റെ ബിനാമിയാണ് എന്ന് പറഞ്ഞിരുന്ന ബാബുറാമുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ഈ സമയത്തൊക്കെ കെ ബാബു പറഞ്ഞിരുന്നത്. എന്നാൽ ഇരുവരും തമ്മിൽ കൃത്യമായ ബന്ധങ്ങളുണ്ട്, ഇരുവരും തമ്മിൽ ഇടപാടുകളുണ്ട് എന്നത് വ്യക്തമാക്കുന്ന രേഖകൾ ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു. ബാബുവിനെ ബാർ കോഴ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബാബുറാം ശങ്കർ റെഡ്ഡിക്ക്, അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്ക് അയച്ച കത്ത് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തിന് കത്തെഴുതി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇനി ബാബുറാമിനും ഒപ്പം തന്നെ കെ ബാബുവിനും മുന്നിൽ നിൽക്കുന്നു. ഒപ്പം ഫോൺ രേഖകളും ഇരുവരും സംസാരിച്ചതിൻ്റെയും ഒക്കെ ലഭിച്ചിരിക്കുന്നു. വലിയ കുടുക്കിലേക്ക് കെ ബാബു നീങ്ങുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നു.